അങ്ങനെ കേരളത്തിനും കിട്ടി ഒരു മുഖ്യമന്ത്രിയെ. കെ.സി. വേണുഗോപാലിനെ പിന്തള്ളി കോൺഗ്രസ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തു. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി. ഇന്നലെ വൈകുന്നേരത്തോടെ ആണ് തീരുമാനം പ്രതീക്ഷിച്ചത്. ഒടുവിൽ തീരുമാനം വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ഒടുവിൽ 10 ദിവസത്തെ അനിശ്ചിതത്വത്തെ തുടർന്ന് ഇന്ന് കേരള മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ്റെ പേര് പ്രഖ്യാപിച്ചു. വി.ഡി. സതീശൻ അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അനിശ്ചിതത്വം അവസാനിച്ചു. 61കാരനായ മുൻ സംസ്ഥാന നിയമസഭയിലെ പ്രബലനായ നേതാവാണ് അദ്ദേഹം. കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും മറികടന്നാണ് അദ്ദേഹം ഇന്നത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ഇന്നലെ വൈകുന്നേരമാണ് തീരുമാനം പ്രതീക്ഷിച്ചത്. പിന്നീട് വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ഒടുവിൽ 10 ദിവസത്തെ അനിശ്ചിതത്വത്തിന് ശേഷം ഇന്ന് അങ്ങനെ വി.ഡി. സതീശൻ അഥവാ വടശ്ശേരി ദാമോദരൻ സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തീർന്നു. ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത സതീശൻ ടീം യു.ഡി.എഫിൻ്റെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് പിന്തുണയാണ് തൻ്റെ വലിയ ഉയർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നു. ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെയും യു.ഡി.എഫ് ടീമിൻ്റെയും പിന്തുണയോടെയാണ് ഞാൻ ഇത് നേടിയത്. സ്ഥാനക്കയറ്റത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ 2ാം സ്ഥാനക്കാരനായും ഉന്നത സ്ഥാനത്തേക്കുള്ള മത്സരാർത്ഥിയായും കണക്കാക്കപ്പെടുന്ന കെ.സി. വേണുഗോപാൽ പാർട്ടിയുടെ തീരുമാനത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചു. ഞാൻ പൂർണ്ണമായും തൃപ്തനാണ്. ഹൈക്കമാൻഡ് തീരുമാനത്തോടൊപ്പം ഞാൻ ഉറച്ചു നിൽക്കും. സതീശന് അനുകൂലമായി പ്രഖ്യാപനം വന്നതിന് ശേഷം ആലപ്പുഴയിൽ നിന്നുള്ള എം.പി. വേണുഗോപാൽ പറഞ്ഞു. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സതീശനെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് യു.ഡി.എഫ് സർക്കാരിനും എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ കേരളത്തിൽ ഉണ്ടായ കാലതാമസം കർണാടകയിലെ സാഹചര്യത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. അവിടെ മുഖ്യമന്ത്രി സ്ഥാനം സീതാറാമയ്യയും ഡി.കെ. ശിവകുമാറും തമ്മിലുള്ള ഒരു വടംവലിയിൽ കലാശിച്ചു. ഇത് ഇരുവർക്കും അവരുടെ അനുയായികൾക്കും ഇടയിൽ അവസാനിക്കാത്ത സംഘർഷത്തിലേക്ക് നയിച്ചു. കോൺഗ്രസിൻ്റെ കേരള സഖ്യകക്ഷിയും യു.ഡി.എഫ് ഘടകകക്ഷിയുമായ ഐ.യു.എം.എൽ എന്ന നിലയിൽ ജനങ്ങളുടെയും ഇഷ്ടക്കാരനായ വി.ഡി. സതീശൻ 2ാം സ്ഥാനം സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ എൻ.ഡി.ടി.വിയോട് പറഞ്ഞു. പരമ്പരാഗതമായി വയനാട് ഐ.യു.എം.എല്ലിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു സീറ്റായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം അവർ അത് ആദ്യം രാഹുൽ ഗാന്ധിക്കും പിന്നീട് പ്രിയങ്ക ഗാന്ധിക്കും വിട്ടുകൊടുത്തു. ഈ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടർമാർ നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ കോൺഗ്രസ് പാർട്ടി ഐ.യു.എം.എല്ലിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ ഗൗരവമായി കാണുന്നു. പാർട്ടി 22 സീറ്റുകൾ നേടി. കേരള നിയമസഭ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന യുണൈറ്റഡ് ഡെമോക്രാറ്റിക് അഥവാ യു.ഡി.എഫ് 2 ഭൂരിപക്ഷം നേടി. 10 ദിവസത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഥവാ എൽ.ഡി.എഫിന് സംസ്ഥാനത്തെ ഹാട്രിക് വോട്ടെടുപ്പ് വിജയം നഷ്ടമായി. ഇടതുമുന്നണി പ്രചാരണത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ശബ്ദങ്ങൾ ഉയരുന്നതിനാൽ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ പ്രതിപക്ഷത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ സി.പി.ഐ.എം ഇതുവരെ തയ്യാറായിട്ടില്ല. പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുമെന്ന് പാർട്ടി പറയുന്നു. 6 തവണ എം.എൽ.എ ആയ സതീശ് കോൺഗ്രസ് പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും താഴെത്തട്ടിലുള്ള പാർട്ടി കേഡർമാരുടെയും വലിയ പിന്തുണയുണ്ട്. യു.ഡി.എഫ് ജനവിധിയെ അദ്ദേഹത്തിൻ്റെ നേതൃത്വ ശൈലിക്കും പ്രസംഗപാടവത്തിനും ലഭിച്ച വ്യക്തിപരമായ അംഗീകാരമായിട്ടാണ് പലരും കണ്ടത്. എ.കെ. ആന്റണി, വി.എം. സുധീരൻ, കെ. മുരളീധരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പൊതുജനവികാരം കണക്കിലെടുക്കണമെന്നാണ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഇത് സതീശന് അനുകൂലമായിരുന്നു. കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനായ സതീശൻ 2001 എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്ന് ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 25 വർഷമായി അദ്ദേഹം പറവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഇത് തുടർച്ചയായ 6ാം തവണയാണ് അദ്ദേഹം ജയിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ കേരള സ്റ്റുഡൻസ് യൂണിയനെ പ്രതിനിധീകരിച്ച് എം.ജി. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. അപ്പോൾ വി.ഡി. സതീശൻ, നമ്മുടെ സ്വന്തം ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിക്ക് വി.ഡി. സതീശൻ എല്ലാവിധ ഭാവുകങ്ങളും നമുക്ക് നേരാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേരളം അടുത്ത 5 വർഷത്തേക്ക് നന്നായി പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നീക്കങ്ങൾ എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.